അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കും, മുന്നോട്ട് സഞ്ചരിക്കും, സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം അവസാന കാലഘട്ടമായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളും അതിന്റെ ഉദാഹരണങ്ങളും അടയാളങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, എന്നും നമ്മൾ പറയാണ്, എത്രയോ ആളുകൾ നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ പല ആളുകളോട് പറയുന്നുണ്ട്, എത്ര പെട്ടെന്നാണ് സമയം മുന്നോട്ട് കടന്നു പോകുന്നത് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പുണ്യമാന മജ്ലിസിലേക്ക്, പുണ്യമാന ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ മനോനുകരങ്ങളിലൂടെ കടന്നു വന്ന ഓരോ ഹൃദയത്തിലെ അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു വെച്ച ഓരോ കാര്യങ്ങളും ദിവസങ്ങൾക്ക് മുമ്പിലായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, അതെല്ലാം നമ്മൾ കണ്ടിട്ടും അതെല്ലാം നമ്മൾ കേട്ടിട്ടും എങ്ങനെയാണ് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കേണ്ടതെന്ന് നമ്മൾ നമ്മൾ ക്ലാസ്സുകളിലൂടെയും വാളുകളിലൂടെയും നമ്മൾ കേട്ടിട്ടും നമ്മൾ പറഞ്ഞിട്ടും നമ്മുടെ മനസ്സിനകത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ അതിന്റെ ചിന്തകൾ കടന്നു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ പടച്ച റബ്ബേ, 50ഉം 60ഉം 70ഉം 10ഉം 20ഉം ഒക്കെ വർഷങ്ങൾ ദുനിയാവിന്റെ തൊലിക്ക് ജീവിച്ചവർ ഈ പുണ്യമാന ക്ലാസ് കേൾക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എന്നിരുന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുമ്പിൽ ഈ സമയത്ത് ഈ വിനീതനെന്ന് പറയുകയാണ്. മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ വലിയ പണ്ഡിതനായിരുന്നു മഹാനവറുകള്. ഒരിക്കലതാ തന്റെ ജീവിതത്തിൽ 60 വർഷങ്ങൾ ഇങ്ങനെ പിന്നിടുകയാണ്. 60ാമത്തെ നമ്മളൊക്കെ പറയുന്ന ബർത്ത്ഡേ ഉണ്ടല്ലോ, അല്ലാഹുവേ കടന്നു വരികയാണ്. മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ശിഷ്യന്മാരുണ്ട്, തന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, തന്റെ അയൽവാസികളുണ്ട്, ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, മഹാനവറുകളുടെ ജീവിതത്തിൽ 60 വർഷങ്ങൾ കടന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അവിടുന്ന് ശമനമായിരുന്നു മഹാനവറുകള്, ഒരുപാട് ആളുകൾക്ക് സമാധാനമായിരുന്നു മഹാനവറുകളുടെ പ്രാർത്ഥനയും അവിടുത്തെ ദുആകളുമെല്ലാം. പടച്ച റബ്ബേ വലിയ ആബിദായിക്കൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന മഹാനാണല്ലോ. അങ്ങനെ മഹാന്റെ ആ 60ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് ആളുകൾ പടച്ചവനെ തന്റെ വീട്ടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ മഹാനവറുകളോ തന്റെ വീട്ടിനകത്തിരുന്ന് കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ റൂമിനകത്തിരുന്ന് കരയുകയാണ്. തന്റെ കൂട്ടുകാർ, തന്റെ ശിഷ്യന്മാരിത് നോക്കുമ്പോൾ അല്ലാഹുവേ അവര് വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവരവിടെ നിന്ന് ചോദിക്കുന്നു, എന്തിനാണ് തങ്ങളെ നിങ്ങൾ കരയുന്നത്? ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ, ഒരുപാട് ആനന്ദിക്കേണ്ട ദിവസമാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നവിടെ നിന്ന് ചോദിക്കേണ്ട താമസമതാ. മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ട് പൊട്ടിക്കരയുകയാണ് എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഞാൻ ഇന്ന് ദിവസത്തിൽ കരയുന്ന കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിലാണ് ഞാൻ കരയേണ്ടത്. എന്റെ ജീവിതത്തില് ഇന്ന് 60 വയസ്സിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത വേദനയാണ്. എന്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത വേദനയാണ്, എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്നവിടുന്ന് മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോൾ അതാ തന്റെ ശിഷ്യന്മാർ അവിടുന്ന് ചോദിക്കുന്നു, എന്ത് പറ്റി തങ്ങളെ? ഒന്ന് പറഞ്ഞു തരുവോ, ഒന്ന് പറഞ്ഞു തരുവോ? അതാ അവിടുന്ന് മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്ന് എന്റെ ജീവിതത്തിൽ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് ഇന്ന്
60 വർഷം തികഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ദിവസവും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിന് വേണ്ടിയിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ, അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ല എന്നോട് ചോദിച്ചാൽ, ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 21,600 വരുന്ന തെറ്റുകൾക്ക് ഞാൻ മറുപടി പറയണല്ലോ. അത്രക്കും വലിയ തെറ്റിന് വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയണല്ലോ എന്നെന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്. അത് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ നമ്മളൊക്കെ ബർത്ത്ഡേ കടന്നു വരുമ്പോൾ, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ കടന്നു വന്നാൽ, ഉമ്മാന്റെ ജന്മദിനം കടന്നു വന്നാൽ, വാപ്പാന്റെ ജന്മദിനം കടന്നു വന്നാൽ, പടച്ചവനെ നമ്മൾ ആഘോഷങ്ങൾ നിറക്കുകയാണ്. കേക്ക് മുറിച്ചിട്ട് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലാഹുവേ മരണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അസ്റായീലിനെ കണ്ടുമുട്ടാനാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവരെ? നമ്മുടെ ആയുസ് കുറയുകയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, പടച്ചവനെ അതിന് ആ ബർക്കത്തിൽ ആയുസ്സിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ടതിന് പകരം ഉസ്താദിന്റെ പള്ളിയിലെ ഖതീബിന്റെ കയ്യിൽ പോയിട്ട് എന്തെങ്കിലും ഹദിയ കൊടുത്തിട്ട് പറയണം, മോനെ എന്റെ ഉമ്മാന്റെ ജന്മദിനമാണ് ഉസ്താദേ, ആയുസ്സിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ. അല്ലെങ്കിൽ മദ്രസയിൽ തന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ കയ്യിൽ വല്ല ഹദിയം കൊടുത്തിട്ട് പൊന്നുമോനെ പറഞ്ഞോ, അല്ലാഹുവേ പടച്ചവനെ ഉസ്താദ് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ, ഉസ്താദ് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണേ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്ന മക്കളുണ്ടോ? പടച്ചവനെ അതിന്റെ പകരം വീട്ടിനകത്തേക്ക് തന്റെ കൂട്ടുകാരെ, തന്റെ കൂട്ടുകാരികളെ, തന്റെ അയൽവാസികളെ വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹ് കേക്ക് മുറിച്ചിട്ട് അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ ചെയ്തിട്ട് പാട്ടും കൂത്തുമായിട്ട് പടച്ചവനെ അവിടെ പെരുമാറുന്ന, അവിടെ ചാടിക്കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരികളെയാണ് അല്ലാഹ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ജന്മദിനമാണെങ്കിൽ, ജനിച്ച ദിവസമാണെങ്കിൽ, പൊന്നുമോനെ ആർക്കെങ്കിലും നീ ഹദിയ കൊടുത്തിട്ടെന്ന് ദുആ ചെയ്യിപ്പിക്ക. നിന്റെ പൊന്നുമക്കൾ നിനക്ക് സ്വാലിഹാകണോ? ഇന്ന് 10,000 വിലയുള്ള, അല്ലാഹുവേ 20,000 വിലയുള്ള, 1000ഉം 10,000ങ്ങളും വിലയുള്ള കേക്കുകൾ ഓർഡർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ പേരെഴുതിയിട്ട് കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട്, പടച്ചറബ്ബേ എന്തൊക്കെ പേക്കൂത്തുകളാണ് കുട്ടിയുടെ ബർത്ത്ഡേ നിലയില് നിന്റെ മകളുടെ, നിന്റെ മകന്റെ പേര് നീ കാട്ടിക്കൂട്ടുന്നത്. അല്ലാഹുവേ അവിടൊക്കെ ചിന്തിക്കേണ്ടത്, മോനെ എന്റെ മക്കളുടെ ആയുസ്സാണ് കടന്നു പോകുന്നത്, എന്റെ മക്കളുടെ ആയുസ്സാണ് കടന്നു പോകുന്നത്, എന്റെ ജീവിതത്തിലെ ആയുസ്സാണ് കടന്നു പോകുന്നത് എന്നൊന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? ഈ പുണ്യமான ക്ലാസ് കേൾക്കാൻ കടന്നു വന്ന ഓരോ വാപ്പമാര്, ഉമ്മമാര്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വിഷയമൊന്ന് കൊത്തിവെച്ചോ. നിന്റെ വീട്ടിൽ നിന്റെ പേരക്കുട്ടികളുടെ, നിന്റേത്, നിന്റെ മക്കളേത്, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഞാൻ നടത്തില്ല എന്ന് നിനക്ക് മുദ്ര കുത്താൻ കഴിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഓരോ സമയവും ഓരോ സെക്കൻഡുകളെ കുറിച്ചും നാളെ അല്ലാഹു തആല ചോദിക്കുമല്ലോ. നാളെ അല്ലാഹു ചോദിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വല്ലാതെ നമ്മൾ മതിമറന്നു പോകുന്ന അശ്രദ്ധവാന്മാരായി മാറുന്ന 2 അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഏതാണെന്നറിയോ? ഒന്ന് നിന്റെ ആരോഗ്യമാണ്.
സമയമാണ്, രണ്ടാമത്തെ നിന്റെ ഒഴിവ് സമയമാണ്. അല്ല എന്തിനാണ് നിനക്ക് ആരോഗ്യം തന്നിട്ടുള്ളത്? അല്ല എന്തിനാണ് നിനക്ക് ആരോഗ്യം തന്നിട്ടുള്ളത്? അത് പടച്ച റബ്ബിന് വേണ്ടി ജീവിക്കാനാണ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാനാണ്. ആ പടച്ച റബ്ബിനെ മറക്കുന്ന, ആ അല്ലാഹനെ വെറുക്കുന്ന, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അവന്റെ പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നവനാണോ? അല്ല നിനക്ക് തന്നിട്ടുള്ള ഒഴിവ് സമയങ്ങള്, അല്ല നിനക്ക് തന്നിട്ടുള്ള ഒഴിവ് സമയങ്ങളെ നീ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. പടച്ച റബ്ബിന് ഇഷ്ടമുള്ള വഴികളിലൂടെ നീ കൊണ്ടു നടക്കണമെന്ന് അത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യങ്ങൾ അതിനുള്ളതാണ്. ഒഴിവിന്റെ സമയങ്ങൾ നമുക്ക് ഫ്രീ വരുന്ന സമയത്ത് പടച്ച റബ്ബിനെ ഓർക്കാൻ സമയം കണ്ടെത്തിക്കോ, അല്ലാഹനെ കുറിച്ച് പറയാൻ സമയം കണ്ടെത്തിക്കോ. ഇന്ന് ഈ പുണ്യവാന ക്ലാസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഈ സമയമൊന്ന് ആലോചിച്ചു നോക്ക്. എല്ലാവരും കുളിച്ചൊരുങ്ങി വസ്ത്രം ധരിച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് പല പല മേഖലകളിലാണോ അവിടെ പ്രവർത്തനം പടച്ചവനെ. എന്നാൽ ഈ 150ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീന് മനസ്സിലാക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കുക അല്ലാഹ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ പല പല മേഖലകളിൽ നിന്ന്, പല പല സ്ഥലങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇൽമ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് അല്ലാഹു തആല ഒഴിവ് സമയം തന്നിട്ടുണ്ട്, അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ മനുഷ്യർ അശ്രദ്ധവാന്മാരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നമുക്ക് അല്ലാഹു തആല ഒരുപാട് സമയം തന്നു, ഒരുപാട് ആരോഗ്യം തന്നു. ഇതെല്ലാം എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. സ്വന്തം ഒന്ന് മനസ്സിലാക്കാൻ ഞാനും മനസ്സിലാക്കണം. ആദ്യം എന്റെ നഫ്സിനോടാണ് പറയുന്നത്, പിന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കാൻ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? പടച്ചവനെ, എന്റെ ആരോഗ്യം മുഴുവനും അതാ അല്ലാഹുവേ ഞാനിതാ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചെന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ സമയം ഞാൻ മൊബൈൽ ഫോണിലായിരുന്നു, കിട്ടുന്ന സമയം മുഴുവനും ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു, കിട്ടുന്ന സമയം മുഴുവനും ഞാൻ മറ്റുള്ളവർക്ക് ഫോൺ വിളിച്ചിട്ടും മറ്റു കാര്യങ്ങളിലൂടെ സിനിമ കണ്ടിട്ട് ഞാൻ നടന്നു എന്ന് പറഞ്ഞിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എനിക്കും നിങ്ങൾക്കും അതിന് സാധ്യമല്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ എന്താണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഒഴിവ് സമയത്തിൽ നമ്മൾ ചെയ്യണമല്ലോ. നമ്മുടെ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യണമല്ലോ. എന്താണ് അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മുടെ ഒഴിവ് സമയത്തിൽ നമ്മൾ ചെയ്യണമല്ലോ. നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് ആ വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണല്ലോ. അപ്പോഴാണ് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലാഹുവേ 2 മണി സമയത്ത് ഞാൻ നിന്റെ പരിശുദ്ധമായ ഇൽമ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ 1 മണിക്കൂർ സമയം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ
പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇൽമുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ഓരോ മഹത്വങ്ങളുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമുക്ക് സാക്ഷിയാകുകയാണ്. നമ്മുടെ ചെവിയാണ് നാളെ മഹ്ശറിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ കണ്ണാണ് നാളെ മഹ്ശറിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ കൈകാലുകളാണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നാളെ നാക്ക് സീല് വെക്കപ്പെടുന്ന സമയമാണ്. ഈ ദുനിയാവിന്റെ തുരിക്കുമുകൾ നമ്മൾ നാക്ക് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ നാക്ക് കൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മൾ കളവ് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പഠിച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാ നാളെ മഹ്ശറിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോ പഠിച്ചവനെ അവിടുന്ന് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വായ അവിടുന്ന് സീല് വെക്കുകയാണല്ലോ, നമ്മുടെ വായ അവിടുന്ന് സീല് വെക്കുകയാണല്ലോ. നാളെ നമ്മുടെ കണ്ണ് പറയുന്നു, അല്ലാ അവനെ നീ വെറുതെ വിടണേ അല്ലാ, അവളെ നീ വെറുതെ വിടണേ അല്ലാ, എന്നെ കൊണ്ട് ഒരുപാട് നന്മകൾ കണ്ടവരാണ് അല്ലാ. 2 മണി സമയത്ത് പടച്ച റബ്ബേ നിന്റെ ഇൽമ കേൾക്കാൻ എന്റെ ഈ കണ്ണ് കൊണ്ട് പടച്ചവനെ സാധിച്ചിട്ടുണ്ട്. എന്റെ ചെവി കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഒരുപാട് ഹദീസുകള്, ഒരുപാട് ചരിത്രങ്ങള്, ഒരുപാട് മഹാന്മാരെ കുറിച്ചുള്ള കാവ്യങ്ങൾ ഞങ്ങൾ പാടി പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലാ. എന്നെ പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരം മുഴുവനും നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്. പടച്ച റബ്ബേ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒഴിവ് സമയങ്ങൾ നമ്മൾ പടച്ച റബ്ബിന്റെ ദീന് മനസ്സിലാക്കാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ദീനിന്റെ ഫിഖഹിയായ മസാലകൾ പഠിക്കാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഉപയോഗപ്പെടുത്തിക്കോ. നാളെ പടച്ച തമ്പുരാന് ഒരാളെയും നാളെ കൈവിടൂലല്ലോ. നാളെ അല്ലാഹു തആല നമ്മെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങളും നമുക്ക് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പല പല മജ്‌ലിസുകളിലായിട്ട് ഓൺലൈനുകളായിട്ട് ദിക്റുകളും പടച്ചവനെ അവിടുന്ന് സ്വലാത്തുകളും അതേപോലെ തന്നെ പരിശുദ്ധമായ ഇൽമിന്റെ വഴിയോരങ്ങളിലേക്ക് പടച്ച റബ്ബേ കാത് കൂർപ്പിച്ച് കാത്തിരിക്കുന്ന, മനസ്സ് കൊടുത്തിട്ട് കാത്തിരിക്കുന്ന പരിശുദ്ധമായ മദീനയുടെ മണ്ണിലേക്ക് അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന എത്രയോ മജ്‌ലിസുകൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാം. അതിനൊക്കെ കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്, അതിനെ മോശത്തരമായിട്ട് പറയുന്ന ആളുകളുണ്ട്. പടച്ച റബ്ബേ എത്രയോ ആളുകളുണ്ട് പ്രിയമുള്ളവരെ. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ സീരിയലിന്റെ മുമ്പിലേക്ക് കടന്നു പോയിരുന്ന ഉമ്മമാരുണ്ട്, സിനിമ കണ്ടിരുന്ന ഉമ്മമാരുണ്ട്. പടച്ച റബ്ബേ ഒരുപാട് ഇതുപോലെയുള്ള ഹറാമിന്റെ വഴികളിലേക്ക്, ചിന്തകളിലേക്ക് അല്ലാഹ് കടന്നു പോയിരുന്ന എത്രയോ ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഇന്ന് എത്രയോ ഉസ്താദന്മാരുടെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് ഇരുന്നിട്ട് പടച്ച റബ്ബേ അവിടെ ഓൺലൈനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചൊല്ലി അവരുടെ പരിശുദ്ധമായ ഇൽമ് പറയുന്നത് കേട്ടിട്ട് ആ സമയങ്ങൾ മുഴുവനും അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചിട്ട് കാത്തിരിക്കുന്ന എത്രയോ വീടുകളുണ്ടെന്നറിയോ, എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. പടച്ച റബ്ബേ ഹറാമിന്റെ വഴികളിൽ നിന്ന് മാറിയിട്ട് എത്രയോ സഹോദരിമാരെന്റെ പ്രിയമുള്ളവരെ പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് തിന്മകൾ കണ്ടിരുന്നവരായിരുന്നു, ഒരുപാട് തെറ്റിന്റെ വഴികളിലൂടെ അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളിലൂടെ നിന്നവരായിരുന്നു ഉസ്താദ്. ഞങ്ങൾ ഇന്ന് പരിശുദ്ധമായ ഇൽമ കേൾക്കുന്നവരാണ്, ദിക്റുകൾ ചൊല്ലുന്നവരാണ്, സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് എന്ന് ആത്മാർത്ഥമായിട്ട് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, വാപ്പമാരെ, ഉമ്മമാരെ ഈ വിനീതന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അല്ലാഹ്
അല്ലാഹുവേ കാലഘട്ടങ്ങൾ മുന്നോട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. പല രീതികളിലാണ് പടച്ച റബ്ബേ ഇന്ന് പ്രബോധനത്തിന്റെ ശൈലികൾ, ആളുകൾ ഇടപെടുന്ന മേഖലകൾ പല പല രീതികളിലാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് മനുഷ്യന്റെ സാന്നിധ്യം വല്ലാതെ കൂടിയിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്റെ സാന്നിധ്യം കൂടുമ്പോൾ പടച്ച റബ്ബേ അതിലൂടെയും ഇന്ന് മനുഷ്യന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പടച്ച റബ്ബേ ഇന്ന് പണ്ഡിതന്മാരുണ്ട്. അവരതിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിരിക്കുമ്പോൾ അല്ലാഹുവേ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ. പടച്ച റബ്ബിന്റെ ദീന് പറയുമ്പോൾ അല്ലാഹുവേ പടച്ച റബ്ബേ മനസ്സിലാക്കാനുള്ള മനസ്സാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹു ചോദിക്കാൻ, മോനെ നിന്റെ ഒഴിവ് സമയം നീ എന്തിനു ഉപയോഗപ്പെടുത്തി? നിന്റെ ഒഴിവ് സമയം നീ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം, പടച്ച റബ്ബേ 2 മണിക്ക് എല്ലാ ദിവസവും ലൈവ് ഉണ്ടാകാറുണ്ട്, പരിശുദ്ധമായ ഇൽമ ക്ലാസ് പറയാറുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്. അല്ലാഹ് എന്റെ പ്രിയമുള്ളവർ, ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ മുമ്പിൽ നന്മ ചെയ്തു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹുവിന്റെ മുമ്പിൽ നന്മ ചെയ്തു എന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. ഇതിന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളുമെല്ലാം നന്മയിലേക്ക് നമ്മൾ കൊടുക്കണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്, ചില സൂറത്തുകളുണ്ട്. അല്ലാഹു തആല വലിയ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തുകളെ ആയത്തുകളെ നമ്മൾ മുറുകെ പിടിച്ചാൽ അല്ലാഹു തആല ഒരിക്കലും നമ്മെ കൈവിടൂല. അങ്ങനെയുള്ള മഹത്വങ്ങളുള്ള ഒരുപാട് നന്മകൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാം, അല്ലാഹുവേ പടച്ചവനെ ഒരു മഹാനായ മനുഷ്യന് ലോകത്തോട് വിട പറയുകയാണ്. ലോകത്തോട് വിട പറയുന്ന സമയത്ത് അല്ലാഹുവേ ഒരുപാട് ഇൽമ കേട്ടവരാണ്, ഇൽമ പറഞ്ഞവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തന്റെ കൂട്ടുകാർക്കെല്ലാവർക്കും അവിടുന്ന് വല്ലാത്ത വിഷമമായി, വല്ലാത്ത സങ്കടമായി. പടച്ചവനെ വല്ലാതെ സൗഹാർദ്ദത്തോടു കൂടെ നടന്നിരുന്ന കൂട്ടുകാരാണ്, വല്ലാതെ സൗഹാർദ്ദത്തോട് നടന്നിരുന്ന കൂട്ടുകാരാണ്. പടച്ചവനെ അവർക്ക് വല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള പരിചയമുണ്ട്. ആ മഹാനായ മനുഷ്യൻ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ അല്ലാഹുവേ കൂട്ടുകാർക്കെല്ലാവർക്കും സങ്കടമായി. അവരിങ്ങനെ കരയുകയാണ്, അവരെല്ലാവരും കരയുകയാണ്. അദ്ദേഹത്തെ കുളിപ്പിച്ചു, അവിടുന്ന് കഫം പൊതിഞ്ഞു, എല്ലാവരും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിച്ചിട്ട് ഖബർസ്ഥാനിൽ കൊണ്ടുവന്നു. പടച്ച റബ്ബേ ഖബറിലേക്ക് അങ്ങ് ഇറക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ. ആ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു. അല്ലാഹ് എല്ലാവരും അവിടുന്ന് പ്രാർത്ഥന നടത്തി. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഒരുപാട് നന്മകൾ അവിടുന്ന് പറഞ്ഞു. പടച്ചവനെ എന്നിട്ടതാ അതാ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടുകാര് അല്ലാഹുവേ അവിടെ സങ്കടത്തോടെ നിൽക്കുകയാണ്. മറമാടിയത് കണ്ടു. എല്ലാവരും അവിടുന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്.
നിൽക്കുകയാണ്. അല്ലാഹുവേ തന്റെ കൂട്ടുകാര് മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനത്തെ കൂട്ടുകാരെയാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്കും വേണ്ടത്. ഏത് സമയത്തും നിന്റെ കൂടെ ഉണ്ടാകുന്നവർ, നമസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നവർ, നിന്റെ പരിശുദ്ധമായ വഴികളെ ഓർമ്മപ്പെടുത്തുന്നവർ, നിന്റെ തിന്മയെ മായ്ച്ച് ഓർമ്മപ്പെടുത്തുന്നവർ, നിനക്ക് നല്ല ഉപദേശങ്ങൾ നൽകുന്നവർ, നിന്റെ നമസ്കാരത്തിന്റെ സമയമായ നിന്റെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന കൂട്ടുകാരന്, അങ്ങനത്തെ കൂട്ടുകാരാണ് എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്ക് അങ്ങനത്തെ കൂട്ടുകാരെ തരണേ പടച്ച റബ്ബേ. ഈ കൂട്ടുകാരതാ ഖബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് രാവിലെ മറവ് ചെയ്തു, ഉച്ചയായി, അസ്റിന്റെ സമയമായി, അവസാനം മഗ്‌രിബിയോട് അടുക്കുകയാണ്. ആ നാട്ടിലെ ജനങ്ങൾ മഗ്‌രിബിക്ക് പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പോലും പടച്ചവനെ അവിടെ ഇതായി കൂട്ടുകാര് ഖബറിന്റെ ചാരത്ത് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ തന്റെ നാട്ടുകാരെല്ലാവരും കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാത്തത്? നിങ്ങൾ എന്താണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഒരുപാട് സമയമായില്ല അവരെ മറവ് ചെയ്തിട്ട് എന്നവിടുന്ന് ചോദിക്കുമ്പോ ഈ കൂട്ടുകാരവിടുന്ന് പറയുന്നു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വെറുതെയല്ല, ഞങ്ങളുടെ വല്ലാതെ സ്നേഹിതനായിരുന്നു ഇവര്. ഈ ഖബറിലേക്ക് വെച്ച സമയം മുതൽ ഞങ്ങളെ കൂട്ടുകാരൻ പിരിഞ്ഞ വല്ലാത്ത സങ്കടത്തിലാണ് ഞങ്ങള്. അവരെ പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നന്മകൾ ചെയ്യുകയാണ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു കൂടുകയാണ് എന്നവിടുന്ന് പറയുമ്പോ പടച്ച റബ്ബേ നേരം ഇരുട്ടാവുകയാണ്. അവർ നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അതാ കടന്നു വന്നിട്ട് അവിടെ ഇങ്ങനെ നന്മകളെ കൊണ്ട് തുടരുകയാണ്. കുറച്ചങ്ങ് കഴിയുമ്പോ പടച്ചവനെ ആ ഖബറിന്റെ ഉള്ളറയിൽ നിന്ന് വല്ലാത്തൊരു അശരീരി കേൾക്കുകയാണ്, വല്ലാത്തൊരു അട്ടഹാസം കേൾക്കുകയാണ്. പടച്ച റബ്ബേ വല്ലാത്തൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഇവരവിടെ നിന്ന് പേടിച്ചു പോയി. അവരെ മനസ്സിനകത്ത് പടച്ചവനെ അവർ ചിന്തിക്കുകയാണ്, നീയൊരു ശബ്ദം കേട്ടോടാ? അവർ പരസ്പരം ഇങ്ങനെ ചോദിക്കുകയാണ്, നീയൊരു ശബ്ദം അവിടെ നിന്ന് കേട്ടോ? അവർ പറയുന്നു, ഞാനും കേട്ടു. കൂടിയവരെല്ലാവരും പറഞ്ഞു, ഞാനും കേട്ടല്ലോ. പടച്ചവനെ അവർക്ക് വല്ലാത്ത വിഷമമായി, വല്ലാത്ത ഭീമാകാരമായ ശബ്ദം അവിടെ നിന്ന് കേട്ടപ്പോൾ അതാ അവിടെ നിന്ന് പറയുന്നു, ഇവരുടെ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ഒരിക്കലും തന്നെ ഇങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കാൻ വഴിയില്ല. കാരണം ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയവരാണ്, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവരാണ്, സ്വലാത്തുകൾ അധികരിപ്പിച്ചവരാണ്. പടച്ച റബ്ബേ ഇത്രത്തോളം മഹത്വങ്ങൾ ദുനിയാവിൽ ചെയ്തിട്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലിയിട്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞവരാണ്. പിന്നെ എന്താണ് ഈ ശബ്ദമെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അതാവിടുന്ന് തന്റെ കൂട്ടുകാരവിടുന്ന് ആലോചിക്കുകയാണ്. പടച്ച റബ്ബേ അവര് ഓരോ നമസ്കാരത്തിലും എല്ലാ സമയത്തും അവര് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവര് തിരിഞ്ഞു പോന്നു, അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു പോന്നു. എല്ലാവരും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങളെ ഉണ്ടല്ലോ കൂട്ടുകാരൻ നിന്റെ അടുത്തേക്ക് കടന്നു വന്നു. അവിടെ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് വല്ലാത്തൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. അത് എന്താണെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് ഞങ്ങളുടെ ഈ കൂട്ടുകാരിൽപ്പെട്ട ഇത്രയും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അല്ലാഹുവേ നീ സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ എന്നവിടുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്ന കാര്യം അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അത് അവസാനം എന്റെ പ്രിയമുള്ളവരെ ഒരു കൂട്ടുകാരനതാ അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായി മനുഷ്യൻ അവിടുന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. പടച്ച റബ്ബേ വല്ലാത്ത സുന്ദരമായ മുഖത്തോടു കൂടി സ്വർഗത്തിൽ ഉല്ലസിക്കുന്നതായിട്ട് ഒരുപാട് പൂന്തോട്ടങ്ങൾ കരികിലൂടെ ഒരുപാട് നന്മകളുമായിട്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ അതാ അവിടുന്ന് തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു,
ചോദിക്കുകയാണോ, ഞങ്ങൾ നിന്റെ ഖബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് വല്ലാത്തൊരു അശരീരി ഞങ്ങൾ കേട്ടു, വല്ലാത്തൊരു അട്ടഹാസം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട സഹോദരൻ ആ മഹാനായ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഖബറിനകത്ത് വെച്ചിട്ട് ആ ശബ്ദം കേട്ട കാര്യം എന്താണെന്നറിയോ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ 2 സൂറത്തുകൾ ഞാൻ പതിവാക്കാറുണ്ട്. എത്ര വലിയ തിരക്കുകളാകട്ടെ, എത്ര വലിയ സംഭവങ്ങളാകട്ടെ, എത്ര വലിയ ജോലികളാകട്ടെ, എത്ര വലിയ ക്ഷീണമാകട്ടെ, എന്ത് തന്നെ കടന്നു വന്നാലും ഈ 3 സൂറത്തുകള് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇത് പരിശുദ്ധമായ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ, സൂര്യനങ്ങ് ഉദിച്ച് അസ്തമിച്ചു കഴിഞ്ഞാൽ, സൂര്യനങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പാരായണം ചെയ്യാറുണ്ടെന്ന് അവിടുന്ന് മഹാനായ മനുഷ്യൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ആ സൂറത്തുകൾ എന്റെ ഖബറിനകത്ത് തുണയായിരുന്നു. എനിക്ക് എന്റെ ഖബറിനകത്ത് വല്ലാത്ത രക്ഷ തന്നിട്ടുണ്ട്. ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ ഒരുപാട് പാപങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ തെറ്റുകുറ്റങ്ങൾ എന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ, എന്നെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ, പല പല വഴികളിലായിട്ട് എന്റെ വലത് ഭാഗത്തും എന്റെ ഇടത് ഭാഗത്തും എന്റെ കാലിന്റെ ഭാഗത്തും എന്റെ തലയുടെ ഭാഗങ്ങളിലൂടെയായിട്ട് പടച്ചറബ്ബേ അദാബുകളായിട്ട് ഖബറിന്റെ ശർറുകളായിട്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മനുഷ്യൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ ഖബറിന്റെ ഉള്ളറയിൽ എനിക്ക് തുണയായ ഈ 3 സൂറത്തുകളാണ്. ആ ശിക്ഷകളെ, ആ അദാബുകൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്നതാ അവിടെ നീ മഹാനായ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്. തന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയും നിങ്ങളുടെ ഖബറിനകത്ത് നിങ്ങൾക്ക് തുണയായിട്ടുള്ള, ഇത്രയും ആനന്ദമായിട്ടുള്ള, നിങ്ങളുടെ അദാബുകളെ തട്ടിമാറ്റിയ, നിങ്ങളുടെ അദാബുകളിൽ നിന്ന് കാത്തുരക്ഷിച്ച ആ 2 സൂറത്തുകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഏതാണ് ആ സൂറത്ത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഈ പുണ്യമാന ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ, നാളെ പടച്ചറബിന്റെ ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് ഒരുപാട് തെറ്റ് ചെയ്തവരല്ലേ, ഒരുപാട് പാപങ്ങൾ കണ്ടില്ലേ, ഒരുപാട് പാപങ്ങൾ കേട്ടില്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചില്ലേ? ഞാനും നിങ്ങളും തെറ്റിന്റെ വരികളിലൂടെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഹൃദയത്തെ മനസ്സിന് സുഖമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് നടന്നു പോയവരാണല്ലോ. അല്ലാഹുവേ, ഈ തെറ്റുകളെല്ലാം നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഖബറിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്, വലിയ ശർറുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് ലോകത്തിന്റെ പ്രവാചകരാണ് ഉമ്മ പഠിപ്പിച്ചത്, മഹാന്മാരുടെ ജീവിതമാണ് പഠിപ്പിച്ചത്. നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും ചിന്തിച്ചതുമായ തെറ്റുകളെല്ലാം ഖബറിൽ ഞങ്ങളെ ആക്രമിച്ചാൻ വന്നാൽ, നമ്മളെ ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് അവിടുന്ന് പേടിപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നാൽ, അതിനെയെല്ലാം തടഞ്ഞു നിർത്തുന്ന ഏതാണ് ആ 3 സൂറത്ത് എന്നറിയോ? അതാ അവിടുന്ന് മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്. ഒന്ന് പരിശുദ്ധമായ ഖുർആൻ ഒന്ന് എടുക്ക, സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്ത് നിനക്ക് കാണുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, തുടങ്ങിയിട്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് അല്ലാഹുവേ, പരിശുദ്ധമായ സൂറത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത്. അതേപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് ഏതെന്നറിയോ? സൂറത്ത് യാസീനാണ്. മൂന്നാമത്തെ സൂറത്ത് സൂറത്തുർ റഹ്മാൻ. ആ പരിശുദ്ധമായ സൂറത്താണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ സൂറത്തിനെ എല്ലാ ദിവസവും അല്ലാഹ്
മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ഖബറിന് തുണയാണ്, നാളെ പരലോകം രക്ഷപ്പെടുമെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ചവനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മഹാനായ ഈ മനുഷ്യനും ഈ മഹാനും പണ്ഡിതനും അവിടുന്ന് പഠിപ്പിച്ചത്. ഖബറിന്റെ അകത്തേക്ക് വെച്ചപ്പോൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വെച്ചിട്ട് ഒരുപാട് ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു. കണ്ടതുണ്ട്, കേട്ടതുണ്ട്. അതൊക്കെ എന്റെ മുമ്പിലേക്ക് എന്നെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവേ ഈ 3 സൂറത്തുകൾ അതിനെ ആട്ടിയോടിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇത് പതിവാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളും എല്ലാം നമ്മൾ പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സൂറത്തുകളും നന്മകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്റെ പ്രിയമുള്ളവർ ഒരുപാട് നന്മ നമുക്ക് ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാനും വിജയിക്കാനും നമ്മളെ കൊണ്ട് കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ നിത്യമായിട്ട് പതിവാക്കി കൊണ്ട് മനസ്സിലായോ? നിത്യം നമ്മൾ ഇതെന്ത് ചെയ്യണം? പതിവാക്കി നമ്മൾ കൊണ്ട് നടക്കണം. നമ്മൾ വെറുതായിട്ട് ഇത് കൊണ്ട് നടക്കണം. എന്താ വെറുതെ എന്ന് പറഞ്ഞാൽ? വെറുതെ എന്താ? നമ്മൾ എല്ലാ ദിവസവും പതിവാക്കി കൊണ്ട് നടക്കണം. മനസ്സിലായില്ലേ? മുടങ്ങാതെ നമ്മൾ ചെയ്യാം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സുബ്ഹാനല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്റിന്റെ മഹത്വം അവിടുന്ന് പഠിപ്പിച്ചു. മഗ്രിബിന്റെ സമയമായാൽ മഗ്രിബിന്റെ ആ ഒരു സമയത്ത് തസ്ബീഹിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് അവിടുന്ന് രാത്രി ചൊല്ലിയാനുള്ള പ്രതിഫലത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല അവിടുന്ന് പറയാണ്, സിഫീൻ യുദ്ധം കടന്നു വന്നപ്പോൾ പോലും എന്റെ പ്രിയമുള്ളവരെ ഞാൻ ആ പരിശുദ്ധമായ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുക. മനസ്സിലായോ? സിഫീൻ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ അവിടുന്ന് എല്ലാം കൊണ്ടും പ്രയാസപ്പെട്ട ഒരു സമയമായ ആ യുദ്ധത്തിൽ പോലും എന്റെ പ്രിയമുള്ളവരെ ഞാൻ അതിന്റെ ആ ഒരു ദിക്ർ മുടങ്ങാതെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. നമുക്കൊരു പ്രയാസം വന്നപ്പോൾ നിസ്കാരം പോലും നമുക്കില്ല. വീട്ടിനകത്ത് ഒരു പരിപാടി വന്നാൽ നമുക്ക് നിസ്കാരം പോലും നമുക്കില്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞ വെറുതായിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇത് നമ്മൾ കൊണ്ടു നടക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത് ഓതാൻ ഒരാൾക്ക് ഇനി അർത്ഥമൊന്നും അറിയില്ല, ഒരാൾക്ക് അർത്ഥമൊന്നും അറിയില്ല. എന്നാലും ആ ആയത്തുകൾ, അതിന്റെ മഖ്റജുകൾ, ആ ഓരോ വാക്യങ്ങൾ, ലഫ്ലുകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഹൃദയത്തോട് നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഓതാൻ ശ്രമിക്കാം. നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഖുർആൻ ഓതുണ്ടാകും, കാണാതെ കുറച്ചറിയും. ഓതി യാസീനൊക്കെ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇതിങ്ങനെ ഓതുണ്ടാകും, മൊബൈലും ഇങ്ങനെ തോണ്ടുണ്ടാകും. ഇതാണ് നമ്മുടെ അവസ്ഥ, അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ അടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ വെക്കണ്ട. അത് ഓഫാക്കിയിട്ട് വല്ല അലമാരന്റെ ഉള്ളിലോ മേശന്റെ ഉള്ളിലോ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യായി ഇങ്ങനെ പോയി ഇന്നിപ്പോ എന്താണ് ഇപ്പൊ വന്നത് എന്ന് പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നു, അതോടുകൂടെ അല്ലാഹുവേ പടച്ചോനെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. എന്തായിരിക്കും വന്ന് പിന്നെ അതിങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അത് എന്താണെന്ന് അറിയാൻ നമുക്ക് ഇങ്ങനെ തോന്നും. ഇതിങ്ങനെ ഓതുന്നുണ്ടാവും, പിന്നെ നമ്മളൊന്ന് എടുത്തു നോക്കും, പിന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ നോക്കി അങ്ങനെ പോകും. പിന്നെ ഇത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഖുർആനൊക്കെ എല്ലാം ഇങ്ങനെ മടക്കി വെക്കും, അല്ലെ? ഇതാണ് നമ്മുടെ അവസ്ഥ, അല്ലെ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു നന്മകൾ ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണം, അല്ലെ? ഇതാണ് തഴവ ഉസ്താദ് പാടിയത്. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ,
കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാനാ അല്ലാഹുവേ ഖബർ കണ്ടാ നമ്മൾ കരയണല്ലോ ആ ഖബറിന്റെ ഉള്ളറയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ കരയണല്ലോ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാനാ ഇരുളിനാൽ പെയിന്റിട്ട വീടാണ് ഖബർ എന്ന് പറയുന്നത് മണ്ണ് കൊണ്ടുള്ള തലയിണയാണ് ഖബറിന്റെ ഉള്ളില് പഠിച്ചവനെ നമ്മൾ ഇന്നലെ വരെ നമ്മുടെ വീട്ടിനകത്ത് മണിമേട മുകളിൽ അല്ലാഹുവേ പഠിച്ചവനെ നല്ല മണിമത്തയിൽ അല്ലാഹുവേ നമ്മൾ കടന്നവരാണല്ലോ നല്ല വിരിപ്പ് വിരിച്ചിട്ട് നല്ല തലയിണയില് അല്ലാഹ് നമ്മൾ കടന്നുറങ്ങിയവരാണ് എന്നാ ഖബറിന്റെ ഉള്ളറയിലേക്ക് അങ്ങ് വെച്ചാൽ അല്ലാഹുവേ ആരാണ് അല്ലാഹ് നമുക്ക് അവിടെ തലക്കിണ കൊണ്ടുവരുന്നത് ആരാണ് അവിടെ ബെഡ് നമുക്ക് എനിക്കും നിങ്ങൾക്കും കൊണ്ടുതരുന്നത് ഇന്ന് റൂമിനകത്തേക്ക് നമ്മൾ കടന്നു വന്നിട്ടൊരു ശബ്ദം നമ്മൾ കേട്ടാൽ അവിടെ നമുക്ക് ലൈറ്റ് ഇട്ടാൽ എന്താണതെന്ന് കാണും എന്നാ ഖബറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ ആ ഖബറിന്റെ ഉള്ളറയിൽ നമുക്ക് ലൈറ്റ് ഇല്ല ഉമ്മ അതിന്റെ ഉള്ളറയിൽ നമുക്ക് ലൈറ്റ് അതിലേക്കുള്ള പ്രകാശവും ലൈറ്റുമായിട്ട് അല്ലാഹുവേ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലോ ഈ ദുനിയാവിന്റെ ഉള്ളറയിൽ നിനക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചവനെ നിനക്ക് പ്രകാശങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നിനക്ക് രാത്രി മുഴുവനും നിനക്ക് പേടിയാണെങ്കിൽ എന്തും നിനക്ക് സൗകര്യങ്ങൾ ചെയ്തു തരാന് സംവിധാനങ്ങൾ ദുനിയാവിലുണ്ട് എന്നാ പടച്ചറബിന്റെ ഖബർ എന്ന ലോകത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നാൽ അല്ലാഹുവേ അവിടേക്ക് കൊണ്ടുപോകണം നമ്മളെ ബൾബുകൾ അവിടേക്ക് നമ്മൾ വയറ് കൊണ്ടുപോകണം അവിടേക്ക് നമ്മൾ അതിലുള്ള നല്ല ലൈറ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് അത് ഒന്ന് വിശുദ്ധമായ ഖുർആനോദലാണ് അല്ലാഹുവേ പടച്ചറബിനെ മനസ്സിലാക്കാനാണ് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കലാണ് എന്റെ പ്രിയമുള്ളവരെ ആ പേടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇബാദത്തുകൾ ചെയ്യുകയാണ് നാളെ പടച്ചറബിന്റെ മുമ്പിൽ ആ ഖബറിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അല്ലാഹുവേ ഞങ്ങളെ നീ ഖബറിൽ നീ വിജയികളിൽ പെടുത്തണേ അല്ലാഹ് ആ ഖബറിനകത്ത് ഒരുപാട് സമാധാനം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് അടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് അഴുകി പൊളിഞ്ഞൊരു ഗന്ധവും പുറത്തന്ന് മോനെ നമ്മളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുമ്പോൾ ആ ഖബറിന്റെ അകത്തേക്ക് അങ്ങ് അടക്കി കഴിഞ്ഞാൽ ആ ഖബറിൽ നിന്ന് അഴുകി ചൊഴിഞ്ഞളിഞ്ഞ ഗന്ധമാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത് എത്രയോ ആളുകളുടെ കൊലപാതകം നടന്നതും മറ്റുമൊക്കെ ഖബറടക്കിയതിന്റെ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മ മൂക്ക് പൊത്താതെ അവിടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റബ്ബേ മൂക്കിലിങ്ങനെ കൈവച്ച് അല്ലെങ്കിൽ മൂക്കിങ്ങനെ മുറുക്കി കെട്ടിയിട്ട് പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ അവിടെ പല ആളുകളും ആ മനുഷ്യന്റെ മയ്യത്ത് അവിടെ നിന്ന് ഖബറങ്ങ് തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അല്ലാഹുവേ എന്തൊരു ഗന്ധമാണ് എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ അതാണ് പാടിയത് മഹാന്മാർ അടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് അഴുകി പൊളിഞ്ഞൊരു ഗന്ധവും പുറത്തന്ന്
ഇന്ന് നമ്മൾ നേരെ വണ്ണം നമ്മുടെ ശരീരത്തെ നോക്കി നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ കവിള് നമ്മൾ ചുവപ്പിക്കുന്നുണ്ട്, കണ്ണ് നമ്മൾ എഴുതുന്നുണ്ട്. അല്ലാഹുവേ, നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ ഖബറിലേക്ക് നമ്മൾ അങ്ങ് വെച്ചാൽ ഈ ഖബറിൽ നമ്മുടെ ഈ മെനിക്ക് തൂക്കി വെച്ച് നമ്മുടെ ഈ മുഖമുണ്ടല്ലോ, അല്ലാഹുവേ, മെനിക്ക് വെച്ച ചുവപ്പും പല പല നിറത്തിനായിട്ട് നമ്മൾ അടിച്ചു വെച്ച് നമ്മുടെ കവിള്, ആ കവിളാണ് എന്റെ പ്രിയമുള്ളവരെ മണ്ണിലേക്ക് അങ്ങ് വെക്കുന്നത്. ആ മണ്ണിലേക്ക് അങ്ങ് വെച്ചിട്ട് അല്ലാഹുവേ, ഇതൊക്കെ ചെതല് തിന്നുകയാണ്, പുഴുക്കളരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങ് പടച്ചുറപ്പെ ഇങ്ങനെ വീർപ്പ് മുട്ടുന്ന സമയമാണത്. ഓരോ കല്ലുകൾ ഇങ്ങനെ വെക്കുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. ഒരു താരം പോലും പടച്ചവനെ അതിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നില്ല. നമ്മൾ മരിച്ചാ നമ്മുടെ മക്കൾ പറയോ, എന്റെ ഉമ്മാനെ എന്റെ വാപ്പാനെ കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് വെക്കരുത്. അല്ലാഹുവേ, നമ്മൾ സ്നേഹിച്ച നമ്മുടെ ഭാര്യ പറയുമോ, നമ്മുടെ ഭർത്താവ് പറയോ, അല്ലാഹുവേ, നീ ഞങ്ങളെ കൊണ്ടുപോയിട്ട് എന്റെ വാപ്പാനെ എന്റെ ഉമ്മാനെ എന്റെ ഭർത്താവിനെ എന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് നീ അങ്ങ് ഖബറിൽ ആരും വെക്കല്ലേ, മണ്ണിലേക്ക് വെക്കല്ലേ എന്ന് ആരെങ്കിലും പറയോ? എന്റെ പ്രിയമുള്ളവരെ, ഒരാളും പറയൂലല്ലോ. അതാണ് അല്ലാഹുവേ നമ്മുടെ ജീവിതം വരാനിരിക്കുന്ന നമ്മുടെ ജീവിതം. അവിടെയാണ് നമുക്ക് സുന്ദരമാക്കാൻ കഴിയേണ്ടത്. അതിന് നമുക്ക് ആ ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട വെളിച്ചമേതാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഇവിടെ നിന്ന് നമ്മൾ മരിച്ചങ്ങ് പോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉറപ്പുണ്ടോ? പല മക്കളും എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു യാസീന് പോലും ഓതാത്ത മക്കൾ എത്ര ഉണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പയും ഉമ്മയും മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, ആര് തന്നെ മരിച്ചാലും പടച്ചറബ്ബേ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല ഖബറിൽ അത് കാണിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലും ചെയ്യാത്ത എത്ര ആളുകളാണല്ലോ. എത്ര ഹദീസുകൾ നമുക്കതിന് തെളിവുണ്ട്, എത്ര നന്മകൾ എന്റെ പ്രിയമുള്ളവരെ നമുക്കതിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ ഉമ്മാൻ എനിക്ക് വേണ്ടതുപോലെ പരിചരിക്കാനും കാര്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവരങ്ങ് മരിച്ചുപോയി നബിയേ. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ അത് ദുആ സ്വീകരിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതിനാണ് നമ്മൾ മൗലിദ് കഴിക്കുന്നത്. മൗലിദ് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നവരില്ലേ? കാലഘട്ടം കടന്നു പോകുമ്പോ നമ്മൾ സ്നേഹിച്ച മക്കളും ചിലപ്പോ അങ്ങനെ പറയും. നമുക്ക് പിന്നീട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഖബറിലേക്കൊന്നുമില്ല. എന്താ പിന്നെ നമ്മുടെ ഖബർ കിട്ടുക? നമ്മൾ സ്നേഹിച്ച് നമ്മൾ വളർത്തിയെടുത്ത മക്കൾ പറയാൻ അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, നമ്മൾ പരാജയപ്പെട്ടു പോകൂലേ? പിന്നെ അവിടെ നമുക്ക് വിജയമെന്താ? ഈ ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, അത് മാത്രമാണ്. വാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് ആ ഖബറിന്റെ ചാരത്തേക്ക് പോലും പോകാതെ എത്രയോ മക്കളുണ്ടെന്നറിയോ? എത്രയോ മക്കളുണ്ടെന്നറിയോ? വാപ്പാന്റെ ഖബർ കണ്ടിട്ടില്ല, ഉമ്മാന്റെ ഖബർ കണ്ടിട്ടില്ല, അന്നങ്ങ് ഖബറടക്കി പോന്നതാ. അറിയോ നിങ്ങൾക്ക്? പിന്നെ രാവിലെ വരുമ്പോ ചെറുപ്പം വല്ല മൗലൂദും കഴിക്കുമ്പോ എത്ര അനുഭവങ്ങളുണ്ട്. ചില മക്കളൊക്കെ പോയിട്ട് വന്നിട്ട് പറയണ, ഉസ്താദ് എന്റെ വാപ്പാന്റെ ആണ്ടാണ്, ഖബറിൽ പോയിട്ട് ദുആരിക്കണം. അല്ലാഹുവേ പഠിച്ചവനെ, ചില മക്കൾ കൊണ്ടുപോകും. എന്നിട്ടോ എന്നിട്ട് പറയാണ്, പള്ളിക്കാട്ടിൽ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്റെ വാപ്പാന്റെ ഉമ്മാന്റെയും ഖബറ് ഇവിടെ എവിടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും. ആ രംഗം ഇങ്ങനെ ആലോചിക്കുമ്പോ അത്ഭുതപ്പെട്ടു പോയിട്ട്
അല്ലാഹുവേ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ. സ്വന്തം ഉമ്മയും ബാപ്പയും കിടക്കുന്ന ഖബർ എവിടെയെന്ന് പോലും മക്കൾക്ക് അറിയാതെ വരുന്നു. ഒരുപാട് കാലായി വന്നിട്ട് അവിടെ പുതിയ പുതിയ ഖബറുകളൊക്കെ ആവാത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പേര് പോലും അവൻ വെക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് മനസ്സ് കാണിച്ചിട്ടില്ല. പുതിയ പുതിയ ഖബറുകൾ ഇങ്ങനെ വന്നു. അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ചെമ്മലകളും മണ്ണുകളുമായിട്ടുണ്ട്. പഠിച്ചവനെ, എന്റെ വാപ്പ എവിടെയാണ് കിടക്കുന്നത്, ഉമ്മ എവിടെയാണ് കിടക്കുന്നത് എന്നറിയില്ല. എന്നിട്ട് ദൂരെ നിന്നിട്ട് പറയാണ്, ഇവിടെ എവിടെയോ ആണ് എന്റെ വാപ്പാന്റെ ഖബറ്, എന്റെ ഉമ്മാന്റെ ഖബറ് എന്ന് പറയുന്ന മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ ഖബറിലേക്ക് നമ്മൾ അങ്ങ് വെച്ചാൽ നമ്മൾ പിന്നെ ദുർഗന്ധമായി മാറാം. അവിടെ നമുക്ക് വിജയം, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തോ അത് നമുക്ക് ഉറപ്പിക്കാം, അത് നമുക്ക് ഉറപ്പിക്കാം. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, വല്ലാതൊരു സങ്കടം നിറഞ്ഞൊരു വാർത്ത എന്റെ പ്രിയമുള്ളവരെ. ഞാനിന്ന് നമ്മുടെ മജ്‌ലിസിലേക്ക് കയറുന്നതിന്റെ മുമ്പ് നമ്മളിങ്ങനെ ഇന്ന് പിന്നെ യൂട്യൂബ് ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി എന്റെ പ്രിയമുള്ളവരെ. പാലക്കാട് സ്കൂൾ വിട്ടിങ്ങനെ വരുന്ന സമയത്ത് 2 പ്രിയപ്പെട്ട 4 പ്രിയപ്പെട്ട പെൺമക്കൾ അവിടുന്ന് വാഹനം ഇടിച്ചിട്ട്, ലോറി ഇടിച്ചിട്ട് അവിടുന്ന് മരിക്കണ്ടായി. ആ പ്രിയപ്പെട്ട പെൺമക്കൾ അല്ലാഹു തആല മഗ്ഫിറത്ത് അല്ലാഹു തആല കൊടുക്കട്ടെ, അല്ലാഹു ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, അല്ലാഹു തആല ഒരുപാട് നന്മകളുടെ ഖബർ അല്ലാഹു തആല കാണിച്ചു കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ, അവിടെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ രംഗത്ത് വന്ന, ഒരുപാട് വല്ലാതെ സങ്കടം നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ, കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന വല്ലാത്തൊരു, എന്റെ പ്രിയമുള്ളവർ, ഒരു പ്രീതി നിറഞ്ഞ സംഭവം. പക്ഷേ ആയിഷ എന്ന് പറയുന്ന ഒരു പൊന്നുമോളുണ്ടായിരുന്നു. ആ പൊന്നുമോള് മരണത്തെ നേരത്തെ മുൻകൂട്ടി കണ്ടറിഞ്ഞതുപോലെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക്, ഉമ്മാന്റെ 42ാമത്തെ വയസ്സ് വരെയാണ് ഉമ്മ ഇനി കരയരുത്, ഉമ്മ ഇനി കരയരുത്, ഉമ്മ കരയരുത്, ഉമ്മ കരയരുത്, ഉമ്മ ഇനി ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ കത്തെഴുതി വെച്ചിരിക്കുക. അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവിടുന്ന് വീടിങ്ങനെ, അവിടുത്തെ റൂം, പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു കത്ത് ഒരു കവറിലിട്ടിട്ട് അവിടെ കാണുന്നത് ഉമ്മാക്ക് എഴുതിയ കത്ത, ഉമ്മാക്ക് എഴുതിയ കത്ത. പടച്ച റബ്ബേ, അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. ഇന്ന് ആ ഉമ്മ ചിരിക്കുന്നത് കണ്ടിട്ടോ, ആ ഉമ്മാന്റെ മനസ്സ് നിറയുന്നത് കണ്ടിട്ടോ ഇരിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ആ പൊന്നുമോളില്ല. ഇന്ന് ആരുടെ മണ്ണില, ഇന്ന് ആരുടെ മണ്ണില. പടച്ച റബ്ബേ, റിദ എന്ന് പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയുടെ വാടക വീട്ടിലായിരുന്നു താമസം. അല്ലാഹുവേ, ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് നല്ലൊരു വീട്ടിലിരുത്തണം. പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ശമ്പളം ജോലിയെടുത്ത് ശമ്പളം കിട്ടിയിട്ട് എന്റെ വാപ്പാക്കും ഉമ്മാക്കും എനിക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, ആ വീട്ടിലെ സന്തോഷത്തോടെ ഇരുത്തണമെന്ന് എന്റെ പ്രിയമുള്ളവരെ ആഗ്രഹിച്ചു പോയ പൊന്നുമോള ഇന്ന് ആരുടെ മണ്ണില, ഇന്ന് ആരുടെ മണ്ണില. ഒരുപാട് സംഘടനകളും എല്ലാവരും ചേർന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ ആ പൊന്നുമോള വാപ്പയുണ്ട് എന്റെ പ്രിയമുള്ളവരെ തല താഴ്ത്തി നിൽക്കുന്നു, തല താഴ്ത്തി നിൽക്കാൻ. അല്ലാഹുവേ, ഇതൊക്കെ പൊന്നുമോള് സ്വർഗത്തിൽ വെച്ചിട്ട് കാണുന്നുണ്ടാകും, സ്വർഗത്തിൽ വെച്ചിട്ട് കാണുന്നുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ, അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. അതേപോലെ തന്നെ പടച്ച റബ്ബേ, ഒരു പൊന്നുമോളിന്റെ വീടിന്റെ പണി നടക്കാൻ, വീടിന്റെ പണി നടക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ വീടിന്റെ ടൈൽസും അതേപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ നാട്ടിലെ സജ്ജീകരണങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് കൂട്ടായ്മകൾ ചേർന്ന് അവരുടെ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയമുള്ളവരെ ഏറ്റെടുത്തിരിക്കാൻ. ഒരു വീട്ടിലേക്ക് ആ മയ്യത്ത് കയറ്റാൻ പോലും കഴിയാതെ വന്നു. എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ വെച്ചിട്ട് അത്ര ആ പൊന്നുമോളും മയ്യത്ത് ഇറങ്ങിയത് അറിയോ നിങ്ങൾക്ക്? അത്രത്തോളം അവസ്ഥയാണ് എന്റെ പ്രിയമുള്ളവരെ അവരുടെ. പക്ഷേ ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു കുടുംബത്തിന്, ഈ ഒരു കുടുംബത്തിന് നമ്മുടെ സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വല്ലാത്ത വേദനയേറിയ സംഭവം. ഇവരൊക്കെ ഇൻഷാ
അല്ലാഹ് ഇതൊക്കെ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് ഒരു താങ്ങായിക്കൊണ്ട് പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല എന്നത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹുവേ വല്ലാത്ത സങ്കടാണ്. ഒരിക്കലും നമുക്ക് അപകടത്തെ ആ ഡ്രൈവറെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അള്ളാന്റെ കലയാണ്. ചിലതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ മുമ്പിലേക്ക് വരും. എപ്പോ മരിക്കുമെന്ന്, എങ്ങനെ മരിക്കുമെന്ന് നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ഒരു മനുഷ്യൻ അറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ, അല്ലെ? ഒരു മനുഷ്യനെ അറിയാത്ത, ഒരിക്കലും തന്നെ അവർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെയായി മരിക്കുക എന്നുള്ളത്. ഒന്നും അവനക്കറിയാം, അവനക്ക് അറിയാത്ത സംഭവങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞത് നാളെ നടക്കുന്നത് മഴ, മരണം, ഇതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും. അപ്പോ ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരു അത്ഭുതം എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ആ ഒരു കുടുംബത്തിന്റെ ഒരു വേദന വന്നപ്പോൾ ആ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കി ആ കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ സജ്ജീകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വല്ലാത്തൊരു ആ ഒരു കൂട്ടത്തിൽ ആ വീഡിയോ ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ അല്ലാഹുവേ ആ ഒരു വാർത്ത ന്യൂസിൽ എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു അവിടുത്തെ ഒരു നേതാവാണ് എന്റെ പ്രിയമുള്ളവർ. അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗാണ്, അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. എന്നിട്ട് പോലും എന്റെ പ്രിയമുള്ളവരെ ഇതുപോലുള്ള സജ്ജീകരണങ്ങൾക്ക്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പന്തിയിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് വല്ലാതെ ഒരു സന്തോഷം തോന്നി. പാർട്ടിയോ മറ്റോ കാര്യങ്ങളല്ല, ആ മനുഷ്യന്റെ ശരീരത്തിൽ വരെ അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുവരെ മറന്നുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്. അല്ലാഹുവേ അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ അസുഖം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നല്ല ആയുസ്സും ആഫിയത്തും ഖുവ്വത്തും അല്ലാഹുവേ നീ അവർക്ക് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, സ്ഥലം കൊടുത്തിട്ട് മറ്റുള്ളവർ നല്ല സ്ഥലങ്ങൾ, നല്ല ആൾ താമസമുള്ള ഒരു വീട്, ഒരു കാടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മറ്റൊന്നല്ല, എല്ലാ ആളുകളും ചേർന്നിട്ട് സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ വീട് പണി പൂർത്തിയാക്കാൻ ബാക്കിയുള്ള കിണറും അതേപോലെ തന്നെ ടൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ആ മക്കൾക്ക് നീ ഖൈർ കൊടുക്കണേ റബ്ബേ, നല്ല മക്കളിൽ നീ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ സഹായിക്കാൻ വേണ്ടിയിട്ട് റബ്ബേ കടന്നു വന്നിരിക്കാൻ. അതിന് പണം കൊടുത്തവർ, സ്ഥലം കൊടുത്തവർ, സാധന സാമഗ്രികൾ കൊടുത്തവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അല്ലാഹ് അവരെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്.